ഞാറ്റുവേല എന്ന് പറയുന്നത് സൂര്യൻ്റെ ദിശയെയും അതുപോലെ തന്നെ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ വിതരണത്തെയും അതേപോലെ തന്നെ വിളകളുടെ വളർച്ചയെയും അടിസ്ഥാനപ്പെടുത്തി പഴയ കർഷകർ ഉരുത്തിരിച്ചെടുത്ത അവരുടെ ഒരു കാർഷിക കലണ്ടറാണ് ശരിക്കും പറഞ്ഞത് ഞാറ്റുവേല. ഞാറ്റുവേല ആരംഭിക്കുന്നത് മേടമാസത്തോടു കൂടിയാണ്, അശ്വതി ഞാറ്റുവേലയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങത്തിലാണെങ്കിലും ഞാറ്റുവേലകൾ ആരംഭിക്കുന്നത്, അതായത് ഒരു കർഷകൻ്റെ വർഷം ആരംഭിക്കുന്നത് മേടത്തിലാണല്ലോ. നമ്മുടെ കാർഷിക ഉത്സവമായിട്ടുള്ള വിഷു ആഘോഷിക്കുന്നത് മേടം 1-നാണ്. അപ്പോൾ ഈ മേടത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാറ്റുവേലകൾ ആരംഭിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ കാർഷിക വൃത്തികൾ, വർഷകാല കാർഷിക മുറകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കിഴങ്ങു വിളകളാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇപ്പോൾ കിഴങ്ങു വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേനയും ചേമ്പും അതുപോലെ തന്നെ കാച്ചിലും പ്രധാനപ്പെട്ട വിളയാണ് കാച്ചിൽ. ഇതെല്ലാം കുംഭമീന മാസത്തോടു കൂടി ആരംഭിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിള എന്ന് പറയുന്നത് ചേനയാണ്. അപ്പോൾ ചേന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വിളയാണ്. കർക്കിടകത്തിൽ ചേന കട്ടിട്ടും കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഈ കുംഭമീന മാസങ്ങളിൽ നട്ട് കർക്കിടമാവുമ്പോഴേക്കും നമുക്ക് ചേന കഴിക്കാൻ തയ്യാറാവും. ശരിക്കും തുലാമാസം ആവുന്നതോടു കൂടിയാണ് ചേനയുടെ വിളവെടുപ്പ് തുടങ്ങുന്നത്. ശരിക്കും ചേനയ്ക്ക് വിത്തെടുക്കേണ്ടത് ധനുമാസത്തിലൊന്ന് വിത്തൊന്ന് ചവിട്ടിക്കൊടുത്ത് വൃശ്ചിക മാസത്തോടു കൂടിയാണ് ചേനയ്ക്ക് വിത്തെടുക്കേണ്ടത്. അപ്പോൾ ചേനയുടെ വിത്തെടുക്കുന്ന മുതലൊന്ന് പറയുകയാണെങ്കിൽ വൃശ്ചിക മാസത്തിലെ രണ്ടാമത്തെ ഏകാദശി കഴിഞ്ഞതിന് ശേഷമുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ ഡിസംബർ മാസമാണ് അത് വരുന്നത് ഇംഗ്ലീഷ് കലണ്ടറിനനുസരിച്ച്. ആ സമയമാകുമ്പോഴേക്കും മണ്ണിനകത്തുള്ള ഈർപ്പം വറ്റി മണ്ണ് ഡ്രൈ ആയിട്ട് ഈ ചേനയുടെ വിത്തിൻ്റെ മേലിൽ നിന്ന് മണ്ണ് അടർന്ന് വീഴുന്ന ആ സമയമാകുമ്പോഴാണ് ശരിക്കും ചേനയ്ക്ക് വിത്തെടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ചേനയ്ക്ക് വിത്തെടുത്ത് വെച്ച് ആ വിത്ത് ചാണകപ്പാലിൽ മുക്കിയെടുത്ത് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഉണങ്ങിയതിന് ശേഷം വീണ്ടും മലർത്തി വെക്കണം. അങ്ങനെ മുകൾ ഭാഗം വീണ്ടും ഉണങ്ങിയതിന് ശേഷം വീണ്ടും കമഴ്ത്തി വെക്കണം. അങ്ങനെ ഈ വിത്ത് വൃശ്ചിക മാസത്തിലെടുത്ത് വെച്ച വിത്ത് പിന്നെ കുംഭമാസത്തിലെ കുംഭനിലാവിൽ ചേന നടന്നതാണ്. കുംഭപ്പറ കുടത്തോളം, അതായത് കുംഭപൂർണിമയിൽ ചേന നട്ട് കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ചേന കിട്ടും. അപ്പം ഈ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ പൂവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പൂവ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ വളഭാഗം 4 മുറിയിലും വളഭാഗം വരണം, ഈ നടുവിലുള്ള വൃത്തഭാഗം വരണം. ആ രീതിയിൽ അത് മുറിച്ചെടുത്തിട്ട് നമ്മൾ നടാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മളിത് മുറിച്ചെടുത്ത ശേഷം വീണ്ടും ചാണകപ്പാലിൽ മുക്കിയെടുത്ത് അത് വീണ്ടും 3 ദിവസം തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള നിലമൊരുക്കും. അപ്പം നിലമൊരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലമൊരുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ചേന നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് നന്നായിട്ട് ഇളക്കി മറിച്ച് ഒരു 1/2 അടി ആഴത്തിലെങ്കിലും ഇളക്കി മറിച്ചിട്ട് മണ്ണ് നന്നായിട്ട് അഴവുള്ളതാക്കി മാറ്റിയതിന് ശേഷം കുഴികളെടുക്കുക. 1 അടി ആഴത്തിലും ഏകദേശം 1.5 അടി വ്യാസത്തിലും വട്ടത്തിലാണ് കുഴികൾ എടുക്കേണ്ടത്. ചതുരത്തിലാണെങ്കിലും കുഴികൾ എടുക്കാം. ഇനി വാരം നടുകയാണെങ്കിൽ വാരം എടുത്തിട്ട് അതിൻ്റെ മേലെ ചേന നടുന്ന രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര 1 അടി ആഴത്തിൽ കുഴികൾ എടുക്കേണ്ട കാര്യമില്ല, 1/2 അടി ആഴത്തിൽ കുഴികൾ എടുത്താലും മതിയാവും. ആ കുഴികൾ തമ്മിലുള്ള അകലം 1 മീറ്ററെങ്കിലും 2 കുഴികൾ തമ്മിൽ അകലം ഉണ്ടായിരിക്കും. ആ കുഴികൾ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ചപ്പുചവറിലിട്ട് പൊതയിടുക. ഒരു 1/2 അടി പൊക്കത്തിലെങ്കിലും പൊതയിടണം. ആ പൊതയുടെ മേലെ കുറച്ച് മണ്ണിടുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു അരക്കൊട്ട ചാണകം ഇടണം. അപ്പോൾ പൊതയിടുക, പൊതയുടെ മേലെ മണ്ണിടുക. ആ മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പുതയ്ക്കകത്തുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വഴി പുത പെട്ടെന്ന് മണ്ണിലേക്ക് അഴുകി ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതയുടെ മേലെ അല്പം മണ്ണിടുന്നത്. ആ മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മേലെ അരക്കൊട്ട ചാണകം ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് വിത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ വിത്ത് വയ്ക്കുമ്പോഴേക്കും ഏകദേശം മണ്ണും ഈ കുഴിയുടെ ഉപരിതലത്തിൻ്റെ അനുസരിച്ച് വിത്തിൻ്റെ ഒരു മുകൾ ഭാഗം എത്തും. ചേന ഒരു കാരണവശാലും കുഴിയുടെ അടിയിൽ നടരുത്. അപ്പോൾ ചേന നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചേനയുടെ വിത്ത് എപ്പോഴും മണ്ണിൻ്റെ ഉപരിതലത്തിൽ സമനിരപ്പിലായിരിക്കണം. അതിൻ്റെ മേലെ മണ്ണിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മണ്ണിടാൻ പറ്റും. അത്രയും മണ്ണിടാൻ പാടുള്ളൂ. കൂടുതൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ചേന താഴോട്ട് പോകും. അങ്ങനെ മണ്ണിട്ട് നിർത്തി പൊതയിട്ട്, കാരണം നന്നായിട്ട് അതിൻ്റെ മേലെ പൊതയിട്ട് ആ പൊത പറന്നു പോകാതിരിക്കാൻ അതിൻ്റെ മേലെ കുറച്ച് മണ്ണോ അതിൻ്റെ മേലെ കമ്പുകളോ മറ്റോ വയ്ക്കണം. കാരണം ഈ കുംഭമീന മാസങ്ങളിൽ മുഴുവൻ ചൂടേറ്റിട്ട് ചേന വെന്ത് പോകാതിരിക്കാൻ. മഴ പെയ്യുന്നതിനനുസരിച്ച് ചേന മുളച്ചു വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കുഴികളെടുത്ത് ചേന നടുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചേന ചുട്ടു നടണം എന്ന് പറയാൻ കാരണം, ചേന നമ്മൾ വിത്ത് ഒരുക്കുന്നതിന് മുമ്പ്, അതായത് ചേനയുടെ വിത്ത് നടുന്നതിന് മുമ്പ് പുക കൊള്ളിക്കുകയാണെങ്കിൽ ചേന നന്നായിട്ട് മുളയ്ക്കും. ചേനയ്ക്ക് നല്ല കരുത്തുള്ള മുളകളുണ്ടാവും, ആരോഗ്യമുണ്ടാവും. അതായത് ചേന വിത്ത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചേന 4ആയിട്ട് മുറിക്കുക. ഇപ്പോൾ വലിയ ചേനയ്ക്കാണ് 4 or 6 കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആ കഷ്ണങ്ങൾ നമ്മൾ 4 കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ പട്ടിക നിരത്തി അതിൻ്റെ അടിയിൽ തീയിട്ട് ആ തീ നീറി പുകയണം. തീ കത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചപ്പുചവറുകളും ചകിരിയിട്ട് തീയിട്ട്
അതിൻ്റെ മേലെ കുറച്ച് പച്ചിലകളിട്ട് പുകയ്ക്കും. അങ്ങനെ പുകച്ച്, അതായത് ഈ കല്ലിൻ്റെ മേലെയുള്ള ഈ പട്ടിക കഷ്ണത്തിൻ്റെ മുകളിലാണ് ഈ ചേനയുടെ മുള വരുന്ന ഭാഗം താഴെയായിട്ട് വെക്കണം, കമഴ്ത്തി വെക്കണം. അങ്ങനെ ഈ മുളകൾ തമ്മിൽ തട്ടാൻ പാടില്ല. ആ ചേന നന്നായിട്ട് ആണെങ്കിൽ ചേനയ്ക്ക് നല്ല കരുത്തുണ്ടാവും, നല്ല ആരോഗ്യമുണ്ടാവും. ഒരു 2 ആഴ്ച ഈ പുക കൊള്ളിച്ച ചേന തണലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നന്നായിട്ട് മുള വരുന്ന സമയത്ത് വേണം നമ്മൾ നടാൻ. ചേനയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ചേന മുളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ചുറ്റും ഒരു 2 അടി വ്യാസത്തിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്ത് കമ്പോസ്റ്റോ ചപ്പച്ചോറുകളോ അത് ചാണകം ഇട്ട് പൊതയിട്ട് കൊടുക്കാം. ശരിക്കും ഇടവപ്പാതി മഴയൊക്കെ ആകുമ്പോഴേക്ക് ചേന കുടയും പിരിഞ്ഞു വരും. ആ സമയത്ത് പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്നത്, ഈ ചേനയ്ക്ക് തുരുമ്പ് രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്, പച്ചച്ചാണകം ഉരുട്ടിയിട്ട് ചേനയുടെ മണ്ടയിൽ വയ്ക്കും. എന്തുകൊണ്ടാണ് പച്ചച്ചാണകം ഉരുട്ടി ചേനയുടെ മണ്ടയിൽ വയ്ക്കുന്നത്? കാരണം ഈ ഇടവപ്പാതി മഴ പെയ്യുമ്പോൾ ഈ ചാണകം മുഴുവനും തണ്ടിലൂടെ ഒഴുകി ഇതിൻ്റെ വേരിൽ ഇതിൻ്റെ താഴെ എത്തും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതൊരു ചാണകത്തിനകത്തുള്ള സൂക്ഷ്മജീവികളുടെയൊക്കെ കരുത്ത് കാരണം ഈ ചേനയ്ക്ക് വരുന്ന തുരുമ്പ് രോഗത്തെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി ഉണ്ടാകും. അതുകൊണ്ടാണ് നാടൻ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും നല്ലത്, കാരണം അതേ ഉരുട്ടാൻ പറ്റുകയുള്ളൂ. ആ പച്ചച്ചാണകം ഉരുട്ടിയിട്ട് ഈ നമ്മുടെ ഈ ചേനയുടെ കുട പോലെ ഇരിക്കുന്ന ചേനയുടെ മണ്ടയിൽ വയ്ക്കാൻ കാരണം. എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ചേന കട്ടിട്ടും കഴിക്കണം എന്ന് പറയുന്നത്? കാരണം കർക്കിടകമാകുമ്പോഴേക്കും ചേന വിളയും. മാത്രമല്ല ചേന നല്ല മൃദുലമായിരിക്കും, പെട്ടെന്ന് വേവും. കർക്കിടകത്തിൽ ചേനയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ ചേന കട്ടിട്ടാണെങ്കിൽ തിന്നണം എന്ന് പറയാൻ കാരണം. ഈ ഞാറ്റുവേലയെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാറ്റുവേല കൃഷി ചെയ്തുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്ന ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൽ ചില വിളകൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിളകൾ ചെയ്തുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാറ്റുവേല കൃഷിയെ പരിചയപ്പെടുത്തുക. ഇതാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.